കഴിഞ്ഞ 2 ദിവസമായി 24 ന്യൂസ് 8 മണ്ഡലങ്ങളിലെ ഫലം പുറത്തുവിട്ടിരിക്കുന്നു. 24 ന്യൂസിന്റെ സർവേ ഫലം അനുസരിച്ച് UDF നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും LDF തന്നെയാണ് സാധ്യത. കൊല്ലത്ത് പോലും UDF നേരിയ ശതമാനത്തിലാണ് മുൻപിൽ നിൽക്കുന്നത്. ഏതു നിമിഷവും അത് അട്ടിമറിക്കപ്പെട്ടേക്കാം. എങ്ങനെയാണ് ഇവരൊക്കെ സർവേ എടുക്കുന്നത്, എന്താണ് ഇവരുടെ സർവേയുടെ മാനദണ്ഡം എന്നിവരാരും വ്യക്തമാക്കുന്നില്ല. ഞങ്ങളാവട്ടെ സർവേ നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന, അവർ വോട്ട് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ വരെ ഞങ്ങൾ ശേഖരിച്ച് പ്രേക്ഷകരെ കാണിക്കാറുണ്ട്. 24 ന്യൂസിന്റെ സർവേ ഫലത്തിന്റെ അശാസ്ത്രീയതയുടെ ഏറ്റവും മികച്ച ഉദാഹരണം കൊല്ലം ജില്ലയിലെ സർവേ ഫലമാണ്. കൊല്ലത്തെ 24ന്റെ സർവേ ഫലം അനുസരിച്ച് UDF ജയിക്കുന്നത് കേവലം 0.7% വ്യത്യാസത്തിലാണ്. അതായത് UDFന്റെ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രൻ 44.8% വോട്ട് നേടിയപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായ മുകേഷ് 44.1% വോട്ട് നേടി. പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. ഈ ശതമാനമെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. UDFന്റെ 44.8%, LDFന്റെ 44.1%, NDAയുടെ 13.2% കൂട്ടിയാൽ 102.1% ആകും.